കനേഡിയൻ അബാർദയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാന്ന്. അപ്പൊ ഇന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന്. അതാണ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെൻ ഇറ്റ് ഈസ് ഗുഡ് ടു രജിസ്റ്റർ ഇൻ യൂണിവേഴ്സിറ്റീസ് വൈൽ ഡൂയിങ് BDS in India to save time between exam and after graduation? When should we start to prepare for ADAT? During final year or HS period? Can we clear IELTS during HS period? ഓക്കെ, സോ എപ്പോഴും നല്ലൊരു ഐഡിയ തന്നെയാണ് അത് നിങ്ങളുടെ ഹൗസ് സർജൻസി ടൈമിൽ ഇവിടത്തേക്ക് പ്രോസസ്സ് ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IELTSനായാലും ADATനായാലും ഒക്കെ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. അതായത് 2 ഇയേഴ്സിന്റെ വാലിഡിറ്റി ആണ് അതിനുള്ളത്. അപ്പൊ നിങ്ങൾ ഹൗസ് സർജൻസി പീരീഡിൽ ഇതൊക്കെ ചെയ്തിട്ട് വിത്തിൻ 2 ഇയേഴ്സ് നിങ്ങൾക്ക് കാനഡയിൽ വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് യൂസ് ഇല്ലാതായിപ്പോ. അല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടത്തേക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേഗം നിങ്ങളുടെ ടൈം കളയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി സ്റ്റഡീസ് ആക്ച്വലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു ഐഡിയ ആണ് ആക്ച്വലി അത്. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്ത ഒത്തിരി ചോദ്യങ്ങളാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഓരോ ചോദ്യമായിട്ട് ചോദിക്കാം. ക്യാൻ വി മാനേജ് പാർട്ട് ടൈം ജോബ്സ് ഡ്യൂറിംഗ് DDS? ഇറ്റ് ഡിപ്പെൻസ് എന്നേ ഞാൻ പറയുള്ളൂ. പാർട്ട് ടൈം ചെയ്യാവോന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ചെയ്യാം, കാരണം സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ലീവാണ്. പക്ഷെ DDSന് കുറെ പഠിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ കൂടുതൽ സ്റ്റഡീസ് ഇങ്ങനെ അസൈൻമെന്റ്സ് ആണെന്നൊക്കെ കേട്ടത്. പക്ഷെ DDSന് അസൈൻമെന്റ്സ് അല്ല, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. മജോറിറ്റി സമയം നിങ്ങൾ എക്സാം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ഇന്നും എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. സോ ക്ലാസ് അങ്ങോട്ട് തുടങ്ങി ഒരു വിത്തിൻ 2 വീക്സ് എക്സാം തുടങ്ങും. സോ സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് നമ്മുടെ സ്കെഡ്യൂൾ ടൈറ്റ്ലി പാക്ഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യും. സോ അതാ ഞാൻ പറഞ്ഞത്, ചെയ്യാമോന്ന് ചോദിച്ചാൽ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ചെയ്യാം. മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡി ടൈം ഒക്കെ കിട്ടും ഫ്രീ ആയിട്ടൊക്കെ. പക്ഷെ അതൊന്നും നിങ്ങളുടെ ഒരു പാർട്ട് ടൈമിന്റെ ഉള്ള ഒരു സ്കെഡ്യൂളുമായിട്ട് ഫിക്സ് ആവില്ല. പിന്നെ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ബാക്കി മീൻസ് വീക്ക് ഡേയ്സ് നിങ്ങളുടെ സ്റ്റഡീസ് മാനേജ് ചെയ്യാമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല. ചെയ്യുന്നവരുണ്ടോന്ന് ചോദിച്ചാലും വളരെ കുറവാണ്. ചെയ്യുന്നവരുണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്റെ കൂടെ ഐഡാപ്പിന് വന്ന് ആരും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആസ് എ സ്പൗസ് എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന വെച്ചാണെങ്കിൽ അത്യാവശ്യം തിരക്കുള്ളതാണ് ഇവിടുത്തെ പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് ഫുൾ ടൈം ബിസിയാണ്. അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അസൈൻമെന്റ്സ് ആക്ച്വലി ഇല്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് കൂടുതൽ എക്സാം അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ആണ്. അല്ലാതെ അസച്ച് ഒരു അസൈൻമെന്റ് ഞാൻ കഴിഞ്ഞ 6 മന്ത്സിൽ ഒരെണ്ണം വല്ലതും വെച്ചിട്ടുണ്ടാവുള്ളൂ. കൂടുതൽ എക്സാംസ് ആണോ അല്ലേ? എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എക്സാം ആണ്. ഒന്നെങ്കിൽ എയ്തർ ക്യൂസ്, അല്ലെങ്കിൽ മിഡ് ടേം, അല്ലെങ്കിൽ ഫൈനൽ എക്സാം, പിന്നെ കുറെ ക്ലിനിക്കിന്റെ കാര്യങ്ങള് ഭയങ്കര. അപ്പൊ നമ്മൾ കുറച്ച് ബിസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലര് ഭയങ്കര കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് അത്യാവശ്യം ബിസിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കും, നമ്മളെന്താ ഫ്രീക്വന്റ്ലി വീഡിയോ ഇടാത്തത്. നമുക്ക് ഇങ്ങനെ ഒരു ടൈം കിട്ടിയാലല്ലേ നമുക്ക് വീഡിയോ ഇടാനുള്ള ടൈം ഉള്ളൂ. കാര്യം നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് സമയത്ത് നമ്മൾ നമ്മുടെ ടൈമായിട്ട് യൂട്ടിലൈസ് ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇത്രയും റിക്വസ്റ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ തന്നെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നേരത്തെ പോലെ നമ്മൾ നാട്ടിൽ പഠിക്കുന്ന പോലെയല്ല, നമ്മളിപ്പോ ഇവിടെ തന്നെ താമസിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ വീടും കുറെ അങ്ങനത്തെ കുറെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ടല്ലോ. പിന്നെ എല്ലാവർക്കും ഉള്ള പോലെ ഫുഡ്, അത് ഇത് അങ്ങനെയൊക്കെ വരുമ്പോൾ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ ടു മാനേജ് ഫൈനാൻസ് വൈൽ സ്റ്റഡിയിങ്? ഓക്കെ, അതൊരു ഒരുപാട് പേർക്കുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാരണം ഞാനിപ്പോ മുമ്പേ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ ഓൾറെഡി ഇതിന്റെ കോസ്റ്റ് പറഞ്ഞായിരുന്നു. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണെന്ന് എനിക്കറിയാം. സോ അതിന്റെ ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അക്സെപ്റ്റൻസ് കിട്ടുന്നോ ആ അക്സെപ്റ്റൻസ് ലെറ്റർ വെച്ചിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ലൈൻ ഓഫ് ക്രെഡിറ്റ് നമുക്ക് അപ്രൂവ് ആവും. ലൈൻ ഓഫ് ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നത് 350K ആണ്. സോ 350K എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി എത്രയാ? ഏകദേശം ഒരു 2 കോടിക്ക് 2 കോടി അടുപ്പിച്ചു. 2 കോടിക്ക് മേളയിലായിരിക്കും, അല്ലെങ്കിൽ 2 കോടിയുടെ അടുത്തായിരിക്കും. അപ്പം അത് ഇൻട്രസ്റ്റ് ഉള്ള എമൗണ്ട് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടർ ഒന്നും ഇല്ലാതെ, ഒരു കൊളാറ്ററൽ ഒന്നും വെക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഈ 350K എന്ന് പറയുന്നത്. പക്ഷെ ഞാനിപ്പോ കാനഡയിൽ വന്നിട്ട് 2018 2018 ശേഷം ഞാൻ പലവട്ടം ബാങ്കിൽ പോയി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ IT-ലാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് എന്നാലും ഈ ഒരു ഓഫർ ലെറ്റർ, അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ കിട്ടി, DDSന്റെ ഓഫർ ലെറ്റർ കിട്ടി ഒരാൾ ബാങ്കിൽ പോകുമ്പോൾ അവർ ട്രീറ്റ് ചെയ്യുന്നത് തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ്. സോ ഡെഫിനറ്റ്ലി ഇതൊരു നല്ലൊരു പ്രൊഫഷൻ ആയതുകൊണ്ടും നമുക്ക് ഫിനാൻസിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാര്യം ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബാങ്ക് ലോൺസ് കിട്ടും. പക്ഷെ ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ.
അപ്പം നിങ്ങൾ അത് തിരിച്ച് പേ ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടികളും ഇല്ല. ഈവൻ ഞാൻ സ്പൗസ് ആണെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഹെൽപ്പിന്റെ ആവശ്യം വന്നില്ല. കംപ്ലീറ്റ്ലി ആ ഒരു ഓഫർ ലെറ്ററിന്റെ പേരിലാണ് ജോബ് ഓഫർ കിട്ടിയിരിക്കുന്നത്, ജോബ് സോറി അല്ല. ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫിനാൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടത് ഓഫർ ലെറ്റർ കിട്ടുന്നതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആണ്. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ആവറേജ് പേ സ്കെയിൽ ഓഫ് ഡെന്റിസ്റ്റ് ദർ. ടു ബി ഓണസ്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ ഞങ്ങൾക്കും ആരോടും അറിയില്ല. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. ഇത് വെർത്ത് ആണെന്ന് ചോദിക്കുന്നു, ആൾക്കാർ വെർത്ത് ആണെന്ന് പറയുന്നു. ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തായിരുന്നു. എല്ലാവരും എന്നോട് പറയുന്ന കാര്യം നിന്റെ വൈഫ് ഡെന്റിസ്റ്റ് പഠിക്കുമല്ലോ, ലൈഫ് ഉം. രക്ഷപ്പെട്ടല്ലോ എന്ന്. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഇത് ഇവർക്ക് ഹൈ പേയിങ് ജോബ് ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ഇവരുടെ സ്ട്രഗിൾ അങ്ങനെയാണ്. അവർ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇത് അച്ചീവ് ചെയ്യുമ്പോൾ ഇതൊരു ഹൈ പേയിങ് ജോബ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉം. ഭയങ്കര ഒരു റിവാർഡിംഗ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവുമെന്ന് ഞാൻ പറയത്തുള്ളൂ. അതെ, പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഇതൊരു ഹൈ പേയിങ് ജോബ് ആയതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇതിന് കൂടുതലും ട്രൈ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ നാട്ടിൽ പഠിച്ച് അതൊരു പ്രൊഫഷനിൽ നിൽക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ എനിക്കുണ്ടായിരുന്നു. ആ, എന്തായാലും എനിക്ക് എന്തോ നല്ല പേ അല്ലെങ്കിൽ കടമൊന്നും അടച്ചു തീർക്കാൻ പറ്റത്തില്ല. അതെന്തായാലും വേണം. പക്ഷെ ഞാൻ പറയണം, അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം കൂടെ ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കുന്നില്ല. ടെൻഷനൊക്കെ ഉണ്ട്, ഓക്കെ ഇത്രയും കടം വരുന്നുണ്ടല്ലോ എന്നൊക്കെ, മീൻസ് ഇത്രയും ആവുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ അടച്ചു തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നല്ലേ. പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ്. യുവർ ഒപ്പീനിയൻ ഇഫ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നമുക്ക് ഉം. അറിയില്ല. നമ്മൾ ഇതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓരോ സ്റ്റേജിലും. ആസ് ഓഫ് നൗ നമുക്ക് അത്യാവശ്യം നല്ല ഡെപ്റ്റ് ഉണ്ട് ഇത് ചെയ്തതിന്റെ. ഇത് നമ്മൾ തിരിച്ച് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ്. പിന്നെ DDS ചൂസ് ചെയ്യാനുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. കാര്യം നമുക്ക് US-ഉം കാനഡയും ഏത് രാജ്യത്തോട്ട് നാളെ മൂവ് ചെയ്യണമെങ്കിലും നമുക്ക് ഇനി ഇതേ ഒരു ടഫ് പ്രോസസ്സിലൂടെ കടന്നു പോകണ്ട അല്ലെ. ഒരിക്കലും വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടും ഓൾമോസ്റ്റ് ലൈസൻസ് ക്ലിയർ ആയിട്ടും ഈ പാത്ത് ചൂസ് ചെയ്തത്. സോ അതാണ് വർത്ത് ഇറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ പഠിച്ചിറങ്ങിയ എല്ലാവരും അത്യാവശ്യം നല്ല സെറ്റിൽഡ് ആണ്. സോ അതുകൊണ്ട് ആ ഒരു ഹോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ആൾക്ക് ഫ്യൂച്ചർ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. ഓക്കെ, റിയലി അപ്രീഷിയേറ്റ് ഓൾ യുവർ എഫേർട്സ് ചേച്ചി, പ്രൗഡ് ഓഫ് യു. ഓക്കെ, താങ്ക് യു. ഇതാരാണ്? കുഹാസിൽ നിന്നാണ് ഏഞ്ചല സൂസൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഹേ, കുഡ് യു ഗിവ് us an idea about the difference in AFK and ADAT? ഓക്കെ, സോ AFK എന്ന് പറയുന്നത് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ക്ലിനിക്കൽ സയൻസിലാണ്. കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ തേർഡ് ഇയർ തൊട്ടുള്ള സബ്ജക്ട്സ് എന്ന് ഈസി ആയിട്ട് പറയാം. പക്ഷെ ADAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് ആണ് ബയോമെഡിക്കൽ സയൻസസ്, ക്ലിനിക്കൽ സയൻസസ്, പിന്നെ ഒരു 20% ഞാൻ കറക്റ്റ് ഓർമ്മയില്ല, അല്ലെങ്കിൽ 40% ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. സോ അതാണ് മെയിൻ ഡിഫറൻസ്. ബയോസ്റ്റാറ്റും ബയോമെഡിക്കൽ സയൻസസും വളരെ കുറച്ചേ ഉള്ളൂ AFK. പക്ഷെ സച്ച് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു AFK കുറച്ചും കൂടെ ട്രിക്കി ആണെന്ന് തോന്നുന്നു. ADAT ഒരു പാറ്റേൺ ഒരു ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. സോ ഇതാണ് ബേസിക്കലി ഉള്ള ഡിഫറൻസസ്. ഓക്കെ, പിന്നെ കുറെയൊക്കെ റിപ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കോച്ചിങ് സെന്റർ ആണ് സെലക്ട് ചെയ്തത് ഫോർ AFK? ADAT ഓൾറെഡി പറഞ്ഞല്ലോ കോച്ചിങ് സെന്റേഴ്സ് ഒന്നും ഇല്ലാന്ന്. AFKക്ക് ഏത് കോച്ചിങ് സെന്റർ ആണ്? ഏതെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്? കോച്ചിങ് സെന്റർ ഇത് എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കോച്ചിങ് സെന്ററിന്റെ കാര്യം. സോ കാനഡയിൽ ഇപ്പം കുറെ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ഈ AFKക്ക് ഉണ്ട്, ADAT-നുണ്ട്, എല്ലാ എക്സാംസിനും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ഒരു കോച്ചിങ് സെന്റർ ചൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എല്ലാരും ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഓൺലൈൻ ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ഇൻ പേഴ്സൺ ആണോ പ്രിഫർ ചെയ്യുന്നത്, അതൊക്കെ അനുസരിച്ചിട്ടും പിന്നെ നിങ്ങൾക്ക് പോകാൻ എളുപ്പമാണോ, ഇൻ കേസ് നിങ്ങൾ ഇൻ പേഴ്സൺ സെലക്ട് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഏതാണ് അടുത്ത്, ആ രീതിയിൽ ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ അടിക്കുകയാണ്. ഇപ്പം കാനഡയിൽ ഡെന്റൽ ഇക്വലൻസി എക്സാം കോച്ചിങ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി കുറെ കോച്ചിങ് സെന്റേഴ്സിന്റെ പേര് വരും. അതിൽ നിങ്ങളുടെ പ്രിഫറൻസ് കൺവീനിയൻസും അനുസരിച്ചിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ യൂട്യൂബിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. ബാക്കിയെല്ലാം റെപ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡസ് പെർമനന്റ് റെസിഡൻസി മാൻഡേറ്ററി ഫോർ ദിസ് GDS പ്രോഗ്രാം? അതെ, പെർമനന്റ് റെസിഡൻസി മാൻഡേറ്ററി ആണ്. ഏത് നിങ്ങൾ PR ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കനേഡിയൻ സിറ്റിസൺ ആയിരിക്കണം. നിങ്ങൾ ഏതൊരു DDS പ്രോഗ്രാമിലൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ആണ് ഇവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആക്ച്വലി ഡോക്ടർ ഓഫ് ഡെന്റൽ മെഡിസിൻ, DMD?
DMD, DDS അത് ഡിഫറെന്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രീസിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ സിലബസും ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പം UFT എന്നാണെങ്കിൽ നമുക്ക് ഇടുന്ന DDS ഡിഗ്രി, മെഗിൽ നിന്നാണെങ്കിൽ DMD. അതിൽ പേരിന്റെ മാത്രം ഡിഫറൻസേ ഉള്ളൂ, അല്ലാതെ ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ. അടുത്ത ചോദ്യം, ഹൗ ടു ഇംപ്രൂവ് ഡെന്റൽ പ്രൊഫൈൽ, വാട്ട് എൽസ് അതർ ദാൻ എഡാറ്റ് സ്കോർ? ഇപ്പൊ നിങ്ങളുടെ ഡെന്റൽ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ യൂണിവേഴ്സിറ്റി ഒന്നും നിങ്ങളുടെ CV ചോദിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ CV അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ നിങ്ങൾ എന്തെങ്കിലും വോളണ്ടിയർഷിപ്പ് ചെയ്തിരുന്നോ, അതുപോലെ തന്നെ ഇപ്പൊ ഡെന്റിസ്ട്രി ഹെൽത്ത് റിലേറ്റഡ് ആണ്, പക്ഷെ നോട്ട് ലൈക്ക് ഡെന്റിസ്ട്രി അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാൻ നല്ലതായിരിക്കും. നിങ്ങൾക്ക് പബ്ലിക്കേഷൻസോ പേപ്പർ പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാൻ നല്ലൊരു കാര്യമായിരിക്കും അത്. അതുപോലെ തന്നെ നിങ്ങൾ പബ്ലിക് ഹെൽത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ വോളണ്ടിയർഷിപ്പ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്തിലെ ഡിഗ്രി, ഇതൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ഇവിടെ കാനഡയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഷാഡോയിങ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഡെന്റൽ അസിസ്റ്റന്റ് എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ്, ഇതൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാൻ നല്ല കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക. യൂട്യൂബിൽ വീഡിയോയുടെ താഴെയോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അതിന്റെ ഷോർട്സ് ഇടുന്നതായിരിക്കും, അതിന്റെ വീഡിയോയുടെ താഴെയോ കമന്റ് ഇടുക. നമ്മൾ മാക്സിമം കവറപ്പ് ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒത്തിരി പേര് കുറെ നാളായിട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈം കിട്ടാറില്ല, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമുക്ക് ടൈം കിട്ടാറില്ല. ടൈം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതെ അതെ, ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറേ റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. അല്ലാതെ ഇത് കംപ്ലീറ്റ്ലി ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള കോഴ്സാണ് അങ്ങനെയാണെന്ന് അതെ തന്നെ, തോന്നുന്നില്ല. നമ്മൾ ഈ ഒരു ചാനല് സത്യം പറഞ്ഞാല് നമ്മളൊരു ഇൻകം ജനറേഷന് അല്ല. വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. കാര്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രീതു വന്നപ്പോൾ പ്രീതു ഒത്തിരി പേരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം പ്രത്യേകിച്ച് നമുക്ക് UFTയുടെ കാര്യമൊക്കെ പറഞ്ഞു തരാനായിട്ട് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വീഡിയോ തന്നിട്ടുമുണ്ട്, കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു കൺസോൾട്ടേറ്റ് ആയിട്ട് എല്ലാം ചോദിക്കാനും എല്ലാവരും ബിസിയാണ്. ആരെയും നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഇത് കയറിയപ്പോഴാണ്, ഇപ്പൊ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള ടൈം കിട്ടില്ല. ഞാൻ ഫ്രീ ആണ്, എനിക്ക് ആൻസർ ചെയ്യാം, പക്ഷെ എനിക്ക് ഉത്തരം അറിഞ്ഞാലേ പറയാൻ പറ്റൂ. ഇപ്പൊ ഞാൻ കോളേജിൽ നിന്ന് ഞാൻ ആക്ച്വലി ഞങ്ങള് താമസിക്കുന്നത് നോർത്ത് യോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ ഞാൻ എന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 hour കമ്മ്യൂട്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പം ഞാൻ കുറേ നേരം ചുമ്മാ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ കോളേജിൽ നിന്നെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിക്കും കുറെ നേരം, അല്ലെങ്കിൽ TV കണ്ടോണ്ടിരിക്കും. അങ്ങനെ ഞാൻ കുറെ ചെയ്യും. പിന്നെ സാറ്റർഡേ സൺഡേ ആണ് എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ആ സമയത്ത് ഇപ്പൊ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനോ ഒക്കെ അതിനൊക്കെ സമയം കളയാനായിട്ട് ഉണ്ടാവില്ല. അതാണ് വേറൊരു കാര്യം. അപ്പം പിന്നെന്താ, പിന്നെ ഞങ്ങൾ ഒരു 2 months കഴിയുമ്പം ഡൗൺ ടൗണിലേക്ക് അതെ, മാറും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു നമ്മൾ ഇതുവരെ നമ്മുടെ ഒരു ഹോം ടൂർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് മാറുന്നുണ്ട്. നമുക്കും വലിയൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ. അത് നല്ല ഒന്നുമല്ല, ബട്ട് ഭയങ്കര ചീപ്പാണ് കമ്പയർഡ് ടു ഡൗൺ ടൗൺ മാർക്കറ്റ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് മൂവ്മെന്റിന്റെ സമയത്ത്. പക്ഷെ തിരക്കിനിടയ്ക്ക് പറ്റുമെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് അവിടെ ചെന്നിട്ടാണെങ്കിലും ഞങ്ങളൊരു ഹോം ടൂർ പോലെ ചെയ്യാൻ ശ്രമിക്കാം. അത്ര വൃത്തിയൊന്നും കാണത്തില്ല. കാര്യം 1960-ലോ 70-ലോ എങ്ങാണ്ട് തുടങ്ങിയ പഴയ ബിൽഡിംഗ് ആണ്. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ വിചാരിച്ചു ഡൗൺ ടൗൺ ലൈഫ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങൾ സിറ്റി പേഴ്സൺസ് അല്ല. പിന്നെ ഡൗൺ ടൗൺ മനസ്സിലായി, 2 വർഷം ഇത്രയും ഡൗൺ ടൗൺ സെന്ററിൽ പഠിക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്കത് മിസ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യം വിചാരിച്ചു ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് ലൈൻ ഓഫ് ക്രെഡിറ്റ് കിടക്കുമല്ലേ, നമുക്ക് നല്ലൊരു അപ്പാർട്ട്മെന്റ് എടുത്ത് മാറിക്കൂടെ എന്ന്. പക്ഷെ അതിന്റെ റെന്റിന്റെ കേട്ടപ്പോ ഓൾമോസ്റ്റ് 4,000-4,500 ഒക്കെയാണ് 2 bedroom നല്ല എണ്ണത്തിന് വരുന്നത്. നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല. കാര്യം ഇതെല്ലാം നമ്മൾ തന്നെ തിരിച്ചടക്കണമല്ലോ, എത്ര ലൈൻ ഓഫ് ക്രെഡിറ്റ് എടുത്താലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അക്കോമഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ലക്കിലി നമുക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും ഡൗൺ ടൗൺ എന്ന് പറയുന്നിടത്ത് താമസിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു വൈബ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇത്ര ആൾക്കാർ പറയില്ലല്ലോ അത്. അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. സോ ഞങ്ങൾ ഡിസംബർ ഒക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ അതൊക്കെയാണ് ആക്ച്വലി ഇപ്പോഴത്തെ വിശേഷങ്ങൾ അല്ലേ. അതെ, അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീതുവിന്റെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ്.
എന്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എനിക്ക് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഡോക്ടർ പ്രീതു പ്രസന്റ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ അതിൽ ഫോളോ ചെയ്തിട്ട് ഇനി മെസ്സേജസ് അയക്കുവാണെങ്കിൽ DDS റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ പ്രീതുവിന് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. പ്രീതുവിന് ഫ്രീ ആകുമ്പോഴത്തേക്കും പ്രീതു അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റിയും പ്ലാൻ ചെയ്യാം. അതായത് നമ്മൾ ഇനി അങ്ങനെ വല്ല എന്തെങ്കിലും ചെയ്യാന്ന് വെക്കുവാണ്. കാര്യം ഒത്തിരി പേർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണമെന്നുണ്ട്. സോ ആ രീതിയിൽ നമ്മളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ചെറിയൊരു ഫീസിന് വല്ലതും നമ്മളൊരു 30 അതെ. മിനിറ്റ്സോ 1 hour പേഴ്സണൽ സെഷൻസ് അപ്പൊ ചെയ്യാന്ന് നിങ്ങളെ വെച്ചാൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സിന് അപ്പൊ നിങ്ങളുടെ എങ്ങനെ പ്രൊഫൈലും ഞങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും അപ്പൊ എനിക്ക്? നമുക്ക് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. നമ്മൾ അതാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാവർക്കും അതിനു വേണ്ടിയാണ്, എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഈ പബ്ലിക്കലി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ ഫ്രീ ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അതല്ല, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു സെഷൻ വേണമെങ്കിൽ ഒരു 30 മിനിറ്റ്സോ 1 hour നമ്മൾ ഇനി പ്ലാൻ ചെയ്യാം. പക്ഷെ അത് ആൾക്കാർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ തുടങ്ങത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി താഴെ. നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു നിങ്ങൾക്ക് അഫക്റ്റ് ആവാത്ത രീതിയിൽ ഒരു ചെറിയൊരു തുകയ്ക്ക് ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ബൈ.